ഒരു ടൈൽ ഫിനിഷ് ചെയ്തിരിക്കുന്നു, എല്ലാം അടുക്കി തേച്ച് വൃത്തിയാക്കി. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റേറ്റ് പറയാൻ സാധിക്കുമോ? 7 feet. ഇത് 7 feet ആണ്. ഇതിപ്പോൾ ഫുള്ളായിട്ട് നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഡ്രസ് വാട്ടർ വിത്ത് സ്റ്റഡി എന്നുള്ള കൺസെപ്റ്റില്ല. അതിൻ്റെ 2 ഡ്രോയിഡ്സ് ചെയ്തു. സ്ലൈഡിങ്ങിന് റേറ്റ് കൂടും. ടി വി യൂണിറ്റിൽ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വരുന്നതാണോ സ്ക്രാച്ച് ചെയ്ത് നോക്കും. നമസ്കാരം. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ബെഡ്റൂമുകളിൽ വരുന്ന വാർഡ്രോബുകൾ. വാർഡ്രോബുകൾ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാനും സാധിക്കും. പല ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്, വാർഡ്രോബുകളെ കുറിച്ച് പ്രത്യേകം ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് വന്ന് നിൽക്കുന്നത് നമ്മുടെ വിശ്വാസ് ഇൻറ്റീരിയേഴ്സിലാണ്. അവരുടെ വീഡിയോ ഒന്നല്ല 2 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വാർഡ്രോബുകളെ കുറിച്ച് കൂടുതലായിട്ട് എന്തൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ ഇക്കണോമിക്കായിട്ട് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ചെയ്യാം എന്നുള്ളത് 2 വാർഡ്രോബ്, വ്യത്യസ്തമായ വാർഡ്രോബ് കാണിച്ച് തന്നെ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് സനൂപാണ്. സനൂപ് നമ്മുടെ വിശ്വാസ് ഇൻറ്റീരിയേഴ്സിലെ ഇൻറ്റീരിയർ ഡിസൈനറാണ് അല്ലേ? അപ്പോൾ നമ്മുടെ സാറിനൊരു പ്രേക്ഷകർക്കായിട്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ സനൂപിനെ കൂടെ കൂട്ടിയൊക്കെയാണ്. നമസ്കാരം. നമസ്കാരം. അതായത് നമ്മൾ പല ആൾക്കാർ സജസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് സനൂപ്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ വാർഡ്രോബുകൾ ചെയ്യുമ്പോഴത്തേക്കും പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇത് എത്ര വലിപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ചില വീടുകളുടെ ബെഡ്റൂമുകളൊക്കെ ചെറുതായിരിക്കും, ചിലത് വലിയ വാർഡ്രോബുകൾ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല സംശയങ്ങളും ഒഴിക്കാറുണ്ട്. അപ്പോൾ വാർഡ്രോബ് തന്നെ നിർത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത്. നമുക്കെന്തായാലും ഇതിൽ നിന്നും തുടങ്ങാം. കാര്യം സ്ലൈഡിങ് വാർഡ്രോബുകൾ പലർക്കും ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇവിടെ നമുക്ക് ചെയ്തിരിക്കുന്നത് ഇതിപ്പം എനിക്ക് തോന്നുന്നു 12 feet തന്നെ വലിപ്പമുണ്ടല്ലേ? ഓൾമോസ്റ്റ് 12 feet ഉണ്ട്. 8 feet ഹൈറ്റും വരുന്നത്. ഇതിനെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് ഇത് ചെയ്ത് തരാമോ? സ്ലൈഡിങ് വാർഡ്രോബിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്താലും മതി. നമ്മൾ ചെയ്തേക്കുന്നത് സ്പേസ് കുറവുള്ളിടത്താണ് ചെയ്യാറ്. അതുപോലെ ലാർജ് വാർഡ്രോബിനും നമ്മൾ സ്ലൈഡിങ് ഉദ്ദേശിക്കുന്നത്. ലാർജ് വാർഡ്രോബ് അപ്പോൾ കൂടുതൽ ഡോർസ് വരുന്നതിനെയൊക്കെ നമുക്കൊന്ന് ഈക്വൽ ആക്കി എടുക്കാം, കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകുമായിരിക്കും, സ്പേസിനെ മാനേജ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്ലൈഡിങ് വാർഡ്രോബിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഫിറ്റിങ്സിനും കുറച്ച് കോസ്റ്റ്ലിയാണ്. നോർമലി ഒരു വാർഡ്രോബ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ റേറ്റ് നമുക്ക് കൂടുകയും ചെയ്യും സ്ലൈഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അതെ, ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടല്ലേ? അതെ, കൃത്യമായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു കസ്റ്റമർ വരുമ്പോൾ തന്നെ അവർക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകണം. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകണം, എന്തൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാകണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ പ്രസന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. സ്റ്റോറേജ് സ്പേസും നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, കസ്റ്റമർ ആവശ്യം അനുസരിച്ച് സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാം. അതെ, തീർച്ചയായിട്ടും. ഇതിപ്പം നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഒരു വലിപ്പമുള്ള വാർഡ്രോബ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 120 എത്ര തൊട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്കൊരു വാർഡ്രോബ് നോർമലി നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് എന്നുള്ളത് 90 സൈസ് തൊട്ട് നമുക്ക് ഏത് സൈസ് വരെ വേണമെങ്കിൽ നമുക്ക് വാർഡ്രോബ്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് വേറെ സൈസിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഹൈറ്റ് വരുമ്പോൾ നമ്മളൊരു 210 തൊട്ട് എബോ ചെയ്യാറുണ്ട്. ഒരു നോർമൽ വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ 210 അല്ല 240 ആണ് ചെയ്യുന്നത്. അതിന് മുകളിലേക്കുള്ള നമ്മൾ ലോഫ്റ്റ് എന്നുള്ള കൺസെപ്റ്റിൽ കൊടുക്കും. നമുക്ക് ലാർജ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യും. അത് മെയിനായിട്ട് അത് ബെൻഡ് അങ്ങനെയുള്ള പ്രോബ്ലം വരുന്നതുകൊണ്ടാണോ? നമ്മൾ നോർമലി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇതിന്റെ ഷീറ്റ് വരുന്നത് 8 feet ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു സൈസ് വരെയുള്ള ഡോർസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം വരുന്നതിന് ശരിക്കും നമ്മൾ അടുത്തൊരു സെക്ഷനായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ഒറ്റ ഇത് തന്നെയല്ലേ ഈ ഡോർ ചെയ്തിരിക്കുന്നത്? സിംഗിൾ പീസല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ലൈഡിങ് വരുമ്പോഴത്തേക്കും ഒരു ബെൻഡിന്റെ ഇഷ്യൂസ് ഒരിക്കലും ഉണ്ടാവത്തില്ല. ചില കേസിൽ വരാറുണ്ട്. അതിനുള്ള നമ്മളൊരു റെമഡി ഉണ്ട്, അതിനുള്ള സപ്പോർട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്മളത് ചെയ്തു കൊടുക്കും. അതെങ്ങനെയാ ചെയ്യുക? അതുകൂടെ ഒന്ന് പറഞ്ഞുതരാൻ സാധിക്കുമോ? നമുക്ക് നോർമലി അത് കാണാൻ പറ്റത്തില്ല, കാരണം ഈ ഡോറിൽ ചെയ്തേക്കുന്നതാണ്. അകത്തൊന്ന് നോക്കിയാൽ മാത്രമേ അത് കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വുഡൻ വൈറ്റ് എന്ന് പറഞ്ഞ കോമ്പിനേഷൻ അല്ലേ? അതെ, അതൊരു കസ്റ്റമർ ഇഷ്ടം അനുസരിച്ച് ഏത് കോമ്പിനേഷനിലോട്ട് നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു വുഡൻ ഒരു ഗ്ലോസി ഫിനിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് വുഡിൻ്റെ ഒരു മാറ്റും ഒരു ഗ്ലോസിയുടെ ഒരു ഇതും കുറച്ചൊരു അപ്പിയറൻസ് ഭയങ്കര മാറ്റമാണ്. നോർമലി പണ്ടൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗ്ലോസി മാത്രമായിട്ട് അല്ലെ വുഡിൻ്റെ ഒരു ഫിനിഷിൽ അതിൽ നിന്നൊരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു കാലഘട്ടം മാറുന്നതനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ അത് എല്ലാ ഭാഗത്തും കൊണ്ടുവരണം. ബെഡ്റൂമിലാണെങ്കിലും വാർഡ്രോബ്സിലും എല്ലാത്തിലും അത് നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. അത് ഇപ്പോൾ പറഞ്ഞ സനു പറഞ്ഞാലോ എന്നുവെച്ചാൽ ഇത് നോർമലി ഇത് നമുക്ക് അടുത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ
പോലും ഒരു ടൈൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന പോലെ തോന്നും. അതന്നെ, ഇത് നമ്മൾ ഹൈ ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ആ ഒരു ഫിനിഷ് നമുക്ക് കിട്ടും, ആ ഒരു ഫിനിഷ് കിട്ടും. സ്റ്റീൽ ബീഡിങ് കൊടുത്ത് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇവിടെ അതുപോലെ തന്നെ സ്റ്റോറേജസ്. പിന്നെ ഇതിനകത്ത് വളരെ പ്രത്യേകതയുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്രൊഫൈൽസ്. ഇപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ പുൾ ഔട്ട്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. ഇത് ബാംഗിൾസിന് വേണ്ടിയുള്ള അപ്പോൾ നമുക്ക് അത്യാവശ്യ കാര്യങ്ങളെല്ലാം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം അവർക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം എന്നായിട്ട്. അത് ഫിനിഷും ഈ പറഞ്ഞ നമ്മുടെ ജ്വല്ലറിയിലൊക്കെ പോലത്തെ ഫിനിഷ് ആ ഒരു ഫിനിഷ് തന്നെയാണ് നിൽക്കുന്നത്. അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുൾ ഔട്ട് സിസ്റ്റം ആണ് വരുന്നത്. ഇതൊരു ബാസ്ക്കറ്റ് പോലെ നമുക്ക് എല്ലാം അടുക്കി തേച്ച് വൃത്തിയായിട്ട് വെക്കാൻ പാകത്തിനുള്ള അത് ഷർട്ടും എല്ലാം നമുക്ക് അവിടെ സൂക്ഷിക്കാം. ഇത് വരുന്നത് ഇതും നമുക്ക് ടവൽസ് ഒക്കെ സൂക്ഷിക്കാൻ പറ്റും. അതോ സാരി സാരീസ് നമുക്ക് ഇവിടെ സൂക്ഷിക്കാം അല്ലേ. അതായത് ഇതിനകത്ത് നമ്മൾ യഥാർത്ഥത്തിൽ കിച്ചണിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തീർച്ചയായിട്ടും അത് അതിന്റെ ഇനി വേറൊരു കിടിലൻ സാധനമാണിത്. ഇതിപ്പോ എത്ര ഉയരം കുറഞ്ഞ ആളാണല്ലോ അല്ലേ. അതെ, അതുപോലെ രണ്ട് ഇതിലാണ്. ഒന്നെങ്കിൽ ഉയരം കുറഞ്ഞവർക്കും അതുപോലെ നമുക്ക് ഇത്രയും ഹൈറ്റിലേക്കും ഇപ്പോൾ 8 ഫീറ്റ് ഹൈറ്റിലേക്ക് നമുക്ക് ഈ ഹാങ്ങിങ് ആക്കാം. അതിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ താഴത്തെ സ്പേസിൽ നമുക്ക് കൂടുതൽ സ്റ്റോറേജ് കിട്ടും. ഇതിപ്പം തന്നെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പാൻറ്റുകളൊക്കെ അടുക്കി വെച്ചാൽ പോലും ഇത്ര ഏരിയ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതെ, അതായത് അടുക്കി വെക്കാനായിട്ടുള്ള സൗകര്യം, നാളെ ഒരു ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. എത്ര വേണേൽ നമുക്കിവിടെ അടുക്കി വെക്കാൻ സാധിക്കും. പിന്നെ ഒന്നാണ് ഈ പറഞ്ഞ പ്രൊഡക്റ്റ്. ഇതും ഇപ്പോഴത്തെ അവസ്ഥയിൽ നോർമലി നമ്മൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമായിട്ടുള്ള സമയമാണ്. ആ യൂട്ടിലിറ്റിയുടെ ഭാഗമായിട്ട് ടൈ, സോക്സ് അതൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലേ. അതെ, ഇത് എല്ലാം കൂടെ നമുക്ക് ഈ ഒരൊറ്റ പ്രോഡക്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത് ചെറുതായി കഴിഞ്ഞാൽ നോർമലി ഇതിപ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ സാധാരണക്കാരൻ ഒരാൾക്ക് ഇത്രയും വലിപ്പത്തിൽ ചെയ്യാനായിട്ട് അവരുടെ സാമ്പത്തിക അവസ്ഥ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് മിനിമലായിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ വലിപ്പം ഒന്ന് ചെറുതാകും, കുറയും എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മുടെ എല്ലാ ഡിസൈൻസിൽ നിന്ന് കസ്റ്റമൈസ്ഡ് ആണ്. എന്താണോ ആവശ്യം അതിനനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ രണ്ട് സൈഡിലായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു ഏരിയ ചെയ്തിരിക്കുന്നു, ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ രണ്ട് സ്ഥലത്തും ചെയ്തിരിക്കുന്നു അല്ലേ. ഇനി പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് ഒരു റേറ്റ് കൊടുക്കാറുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു റേറ്റ് പറയാൻ സാധിക്കുമോ? ഓൾമോസ്റ്റ് നമ്മളൊരു 1400 പ്ലസ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. സ്ക്വയർ ഫീറ്റിന് 1400. ഓക്കെ, അതെ. പ്ലസ് നമ്മൾ സ്ലൈഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഫിറ്റിംഗ്സിൻ്റെ ചാർജ് വരുന്നുണ്ട്. നോർമലി വില കൂടുതൽ വരുന്നു. അതെ, അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ്സിൻ്റെ റേറ്റ് നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അത് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പം സനൂപ് മുന്നേ പറഞ്ഞതുപോലെ ഒരു സ്പേഷ്യസ് അല്ലാത്ത ബെഡ്റൂമുകളിൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് സ്ലൈഡിങ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് തീർച്ചയായിട്ടും നമുക്ക് ഇത് നിങ്ങൾ സജസ്റ്റ് ചെയ്യും അല്ലേ. അതെ, തീർച്ചയായിട്ടും. കാരണം നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കുറവ്. അതെ. അപ്പോൾ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ വാർഡ്രോബാണ്. അതെ, നമ്മുടെ ഒരു 16 അടി നീളം, 7 അടി ഹൈറ്റും അല്ലേ. അതെ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ നമുക്ക് ഫീച്ചേഴ്സിലോട്ട് വരാം. ഇതിൽ നമ്മൾ കൂടുതലും ചെയ്തേക്കുന്നത് ഷെൽഫാണ് ആഡ് ചെയ്തേക്കുന്നത്. കൂടുതലും നമുക്ക് മടക്കി ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ ഈ ആഡ് ചെയ്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ സെൻസർ ലൈറ്റും കൂടിയാണ് ചെയ്തേക്കുന്നത്. ഈ സൈഡിൽ കൂടെ സെൻസർ പോയിട്ടുണ്ടല്ലേ. ഹാഫ് ലൈൻ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിനെയാണ് ലൈറ്റ്സ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. സെൻസർ ലൈറ്റാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡോർസിന് ഉള്ള ലൈറ്റ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഒറ്റ ഇതായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി ഇതിപ്പോൾ സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ആൾക്കാരുടെ ഒരു ഇതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം. ചെറുതാക്കാം, വലുതാക്കാം. അതിൽ തന്നെ നമുക്ക് ഹാങ്ങിങ് വേണമെങ്കിൽ അത് കൊടുക്കാം. ബിലോയിൽ ഹാങ് ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പാർട്ടീഷൻ എല്ലാം ചെയ്തെടുക്കാം. ഹാൻഡിൽസ്, സാധാ ഹാൻഡിൽസ്, അതായത് ഇച്ചിരി നീളം കൂടിയ ഹാൻഡിൽസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ഏരിയ, അടുത്ത ഒരു ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ അവിടെ കണ്ടതുപോലെ തന്നെ ഉള്ള ഒരു ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ടല്ലേ. അത്രയും ഹൈറ്റ് ഇല്ലെന്നേ ഉള്ളൂ ഈ ഒരു വാർഡ്രോബിന്. അത് 8 ഫീറ്റ് ആയിരുന്നു. ഇത് 7 ഫീറ്റ്. ഇത് 7 ഫീറ്റാണ് വരുന്നത്. ഇതും നമ്മൾ അവിടെ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഒരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടും. അതെ അല്ലേ. അതുപോലെ തന്നെ നമ്മളൊരു ഓപ്പൺ സ്പേസ് ആണ് കൊടുത്തേക്കുന്നത്. ഈ ഓപ്പൺ സ്പേസ് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മൊബൈൽ ചാർജർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം എളുപ്പം യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു താഴെയുള്ള സ്പേസ് അല്ലേ. അതും വളരെ വ്യത്യസ്തമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യൂണിറ്റ് ഫുള്ളാകെ, ഈ യൂണിറ്റ് ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, ഈ യൂണിറ്റ് ഫുള്ളാകെ വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. അതായത് ബോർഡർ ഫുള്ളായിട്ട് വുഡൻ കളർ. ഈ ഒരു ഏരിയയും വുഡൻ. ഇത് മൈക്ക ലാമിനേറ്റല്ലേ ചെയ്തിരിക്കുന്നത്. മൈക്ക ലാമിനേഷൻ. ഡോർസ് വന്നിരിക്കുന്നത് ഗ്ലോസി മൈക്ക തന്നെയാണോ? ഗ്ലോസി മൈക്കാണോ ഡോർ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി താഴത്തെ 2 സ്റ്റോറേജുകൾ, ഇവിടെ 2 സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫുള്ളായിട്ട് നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഡ്രസ്സ് ഉൾപ്പെടെ വെച്ചിട്ട് നിങ്ങൾ നോക്കിയിരിക്കുകയാണ് ആൾക്കാരെ കാണിക്കാനായിട്ട്.
ഇതും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ മറൈൻ പ്ലൈവുഡ് പ്ലസ് ഷട്ടേഴ്സ് വരുമ്പോൾ HDF അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് HDHMR എന്നുള്ള മെറ്റീരിയൽ. ഇനി ഇതിൽ തന്നെ ഇത് കുറച്ചുകൂടെ കുറയുന്ന അനുസരിച്ച് നമുക്ക് ഇതിന്റെയൊക്കെ സൈസും എല്ലാം വ്യത്യാസം ഉണ്ടാവും. ഏത് സൈസിലും ചെയ്തെടുക്കാം, ഏത് ഡിസൈനിലും ചെയ്തെടുക്കാം അല്ലേ? കസ്റ്റമൈസ്ഡ് ഡിസൈൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം അതാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തൊരു ഏരിയ ഇത് നമ്മൾ പറയാനുള്ള ബാക്കി വെച്ച് നമ്മൾ കുറച്ച് മുന്നേ അപ്പുറേ കണ്ട അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഏരിയ തന്നെ അല്ലേ? അതെ, അതിൽ നമ്മളൊരു ഡ്രോയറും കൂടെ ആഡ് ചെയ്തു. ഇവിടെ ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും ചെയ്യാം. ഏത് രീതിയിൽ നമുക്ക് വേണം കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ വാർഡ്രോബ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ മെയിനായിട്ട് വാർഡ്രോബ് ചെയ്യുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്നതിൻ്റെ കളർ കോമ്പിനേഷൻ, ടൈലിൻ്റെ കളർ, അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ കളർ, അതൊക്കെ വെച്ചിട്ടാണ് എന്താണ് നമ്മുടെ തീം, അതിനനുസരിച്ചായിരിക്കും നമ്മൾ വാർഡ്രോബിൻ്റെ കളർ സെലക്ട് ചെയ്യുന്നത്. സിമിലറോ കോൺട്രാസ്റ്റോ അത് ഒരു ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്കതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ വാർഡ്രോബ് ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ വാർഡ്രോബിന് തൊട്ടെടുത്തിരിക്കുന്ന ഏരിയ ഇതൊരൊറ്റ ഏരിയ ആയിട്ട് ചെയ്തിരിക്കല്ലേ ഇരിക്കുന്നത്? അതെ. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞാട്ടെ. നമ്മൾ ഇതിനോട് ചേർത്തൊരു സ്റ്റഡി യൂണിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. വാർഡ്രോബ് വിത്ത് സ്റ്റഡി എന്നുള്ള കൺസെപ്റ്റിൽ. അപ്പോൾ നമുക്ക് ഒറ്റ ഒരു വോളിൽ തന്നെ ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ 2 സ്റ്റോറേജ്, ഓപ്പൺ സ്റ്റോറേജ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതും കുറച്ചും കൂടി നമ്മൾ പറഞ്ഞ പോലെ വൈറ്റ് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ട് വുഡൻ. താഴെ അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് വുഡൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ 3 സ്റ്റോറേജ് സ്പേസും അവിടെയും ഇതൊരു ഓപ്പൺ, അതായത് ലെഗ് സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു അല്ലേ? അതെ. ഇത് അത്യാവശ്യം വലിയ വാർഡ്രോബ് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് സ്റ്റഡി യൂണിറ്റ് പോയിരിക്കുന്നത്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എത്ര മിനിമലായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഓൾമോസ്റ്റ് നമുക്കൊരു 90 സെൻറ്റിമീറ്റർ തൊട്ട് സ്റ്റഡി യൂണിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാലും ഒരാൾക്ക് കറക്റ്റായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കിട്ടത്തുള്ളൂ. അതെ. പിന്നെ മെയിനായിട്ട് ഇതിനോട് ചേർന്ന് ഈ ഒരു ഏരിയയും കൂടെ ഇപ്പം നമുക്ക് പലയിടത്തും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അനുസരിച്ച് പല ഏരിയ അനുസരിച്ച് അതിൻ്റെ കളർ തീമിലും നമ്മൾ കുറച്ച് പിന്നെ വാർഡ്രോബിൻ്റെ കാര്യം പറഞ്ഞ പോലെ കളർ തീമിലും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു ടൈലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിനോട് ചേർന്നിട്ടുള്ള സ്റ്റീലല്ല കോപ്പർ ബീഡിങ് കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു തീമുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കും. നമുക്കത് എന്നാ പറയുന്നത് ഒരു ഭംഗി തോന്നുകയും ചെയ്യും. നല്ലൊരു അവസരത്തിൽ ഭംഗിയോടൊപ്പം തന്നെ ക്വാളിറ്റിയും അതൊരു പ്രധാന സംഗതിയാണ്. ഇനി നമുക്ക് അടുത്തൊരു ഏരിയയിലോട്ട് പറഞ്ഞാൽ ഡ്രസ്സിങ് യൂണിറ്റ് അല്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് വാർഡ്രോബ് വിത്ത് സ്റ്റഡി ആൻഡ് ഡ്രസ്സിങ് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇതിനോട് തന്നെ ചേർന്ന് ഒരു ഡ്രസ്സിങ് കൊടുത്ത് അതിൻ്റെ 2 ഡ്രോയേഴ്സ് ചെയ്തു, മിറർ കൊടുത്തേക്കുന്നു. മിററിന് ഒരു ബാക്ക് ലൈറ്റും ടോപ്പ് ലൈറ്റും ആഡ് ചെയ്തേക്കുന്നു. മിററിൻ്റെ ബാക്കിൽ നമ്മൾ പാനലിങ് ചെയ്തിരിക്കുന്നു. ഇതെന്ത് പ്രോഡക്റ്റാണ്? സാധാരണ ഒരു പ്രോഡക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതെന്ത് പ്രോഡക്റ്റാണ്? അത് യൂറോപ്പതിക്കിൻ്റെ ചാർക്കോൾ എന്ന് പറഞ്ഞ മെറ്റീരിയലുള്ള പ്രോഡക്റ്റാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു പാനലിങ്ങിന് വേണ്ടിയുള്ളതാണ്. പാനലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. വോൾ പാനലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ഭിത്തിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം പിടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് സീലിംഗ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു നോർമലി നമുക്ക് ഈർപ്പം പിടിക്കാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സീലിങ്ങിലോ വോളിലോ ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക്. എക്സ്റ്റീരിയർ എനിക്ക് തോന്നുന്നത് നമുക്ക് നാളെ അവസരത്തിൽ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലല്ലേ? നിലവിൽ അതിൻ്റെ ഇന്റീരിയർ ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്റീരിയർ ക്വാളിറ്റിയാണ് വന്നേക്കുന്നത്. ഇനി ഇതിനകത്ത് ബാക്ക് സൈഡിൽ കൂടെ കുറച്ച് സിനിമ പറഞ്ഞ പോലെ ബാക്ക് സൈഡിൽ കൂടെ റണ്ണിങ് ലൈറ്റുകൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോൾ 3 യൂണിറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുക. ഇത് 3 ഡിസ്മാൻഡിൽ ചെയ്ത് 3 സെപ്പറേറ്റ് യൂണിറ്റുകളാക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും, സാധിക്കും. ഇതൊരൊറ്റ ഭിത്തിയിൽ ചെയ്തിരിക്കുന്ന പോലെ 3 സൈഡിലായിട്ടോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എങ്ങനെ വേണം ചെയ്യാൻ പറ്റും. നമ്മളൊരു ബെഡ്റൂമിനെ നമ്മൾ ഡിസൈൻ ചെയ്യണം. അതിൻ്റെ 4 വോൾസ് നമ്മൾ ഡിസൈൻ ചെയ്യും. അപ്പോൾ അതിൽ ഏത് വോളിലാണ് നമുക്കിത് വരേണ്ടതെന്ന് നമ്മൾ നോക്കും. അതിന് ആപ്റ്റായിട്ട് വരുന്നിടത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ കേസ് ചില കേസിൽ മാത്രമാണ് നമുക്ക് ഇതേപോലെ വരുന്നത്. ഒരു വോളിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ചിലപ്പോൾ പല വോളിലായിരിക്കും. ഇത്രയും നീളത്തിൽ ചിലപ്പോൾ കിട്ടിയെന്ന് നിർബന്ധമില്ല. ഇനി ഇതിൻ്റെ എനിക്ക് വാർഡ്രോബിൻ്റെ റേറ്റ് ഒന്ന് പറഞ്ഞുതരാമോ? അതായത് നമ്മൾ ഇച്ചിരി മുന്നേ സ്ലൈഡിങ് വാർഡ്രോബിൻ്റെ റേറ്റ് പറഞ്ഞിരുന്നു. അതുപോലെ ഈ ഒരു ഓപ്പൺ വാർഡ്രോബ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം എത്ര രൂപയാണെന്ന് പറയാം? ഇത് സ്ക്വയർ ഫീറ്റ് സെയിം ആണ്. 1500 രൂപയോളം സ്ക്വയർ ഫീറ്റ് തന്നെയാണ് വാർഡ്രോബിന് വരുന്നത്. പിന്നെ ഉള്ള മാറ്റങ്ങളൊക്കെ വരുന്നത് ഡ്രസ്സിംഗ് ഒക്കെ വരുന്നത്, സ്റ്റഡി വരുന്നത്, അതിൻ്റെയൊക്കെയാണ് ഡിസൈനിനനുസരിച്ചുള്ള ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും. മറ്റേ സ്ലൈഡിങ് വരുമ്പോഴത്തേക്കാണ് റേറ്റ് കൂടുന്നത്. സ്ലൈഡിങ്ങിന് റേറ്റ് കൂടും. ഇതിനകത്ത് നമ്മുടെ സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നോർമലി ബാക്കിയുള്ള എനിക്കൊന്ന് സ്റ്റഡി യൂണിറ്റിനും അതുപോലെ നമ്മുടെ ഇപ്പോൾ പറഞ്ഞ ഡ്രസ്സിംഗ് യൂണിറ്റിനും ഒക്കെ ഈ ഒരു റേറ്റ് തന്നെയായിരിക്കും ഏകദേശം വരുന്നത്. ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഈ റേറ്റ് നമ്മൾ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഡേറ്റ് 22/9/2021
റേറ്റുകൾ മാറും. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരാളെ കണ്ടിട്ട് ഈ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, അല്ല അത് മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ റേറ്റ് പറഞ്ഞത്. അപ്പോൾ സനുവേ, ഇനിയുള്ളത് യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഒരു വാർഡ്രോബ് കഴിഞ്ഞാൽ പലരും ചോദിക്കാറുള്ളത് ടി വി യൂണിറ്റാണ്. അതെ, നമുക്കൊരു ടി വി യൂണിറ്റ് വ്യത്യസ്തമായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ടി വി യൂണിറ്റിൽ എപ്പോഴും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് മിനിമലായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലെ കൂടെ അങ്ങ് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്ക് ആദ്യം തന്നെ നമുക്ക് കണ്ണിൽപ്പെട്ടൊരു സംഗതിയാണിത്. നമുക്ക് ഇതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞാലേ. ഇപ്പം നമ്മളിവിടെ ഒരു ചെയ്തേക്കുന്ന ഒരു പാർട്ടീഷൻ വിത്ത് ടി വി യൂണിറ്റ് എന്നുള്ള രീതി. ഓക്കെ. ഇപ്പം നമുക്കിവിടെ ഒരു സ്പേസ് ആയിരുന്നു, ഒരു ഓപ്പൺ സ്പേസിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്തു. അതിനോടൊപ്പം തന്നെ നമ്മളൊരു ടി വി യൂണിറ്റും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് ചെയ്തിരുന്നു. ഓക്കെ. ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വിനീർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതല്ലേ വിനീർ വരിക? അതെ. അതേപോലെ നമ്മൾ മൈക്ക ഫിനിഷുമാണ് ചെയ്തേക്കുന്നത്. മൈക്ക മാറ്റ് ഫിനിഷ് മൈക്കാണ് അല്ലേ? അതെ. മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാലും പോരാ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാർബിൾ മാറ്റ് എന്ന് വേണമെന്ന് പറയാൻ. അതെ, അത്ര അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു മൈ ഫിനിഷാണ്. നടുക്ക് കൂടെ സൈഡിൽ കൂടെ ഒക്കെ ഒരു കോപ്പർ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് ഗോൾഡൻ ബീഡിംഗ് ആണ്. ഗോൾഡൻ ബീഡിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത് എന്തുവാ പ്രോഡക്റ്റ്? ഇത് നമ്മുടെ മൈക്ക ലാമിനേഷൻ ആണ്. മൈക്ക തന്നെ. അതെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വാർഡ്രോബ് ഉൾപ്പെടെയുള്ള ഏരിയയിൽ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന നാനോ വെയിറ്റാണ്. നാനോ വെയിറ്റ് കൗണ്ടർ ടോപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റിയാണ്. എന്തുകൊണ്ടാണോ അതിന്റെ ക്വാളിറ്റി കൊണ്ടാണ് നമുക്ക് അതിനെ അത്രയും നന്നായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇവിടെ ഒരു ഷോറൂമാണ് ആക്ച്വലി. വരുന്ന ആൾക്കാർ പലപ്പോഴും ഇങ്ങനെ തൊട്ട് നോക്കും, അതിനെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കും. ഏതൊരു കസ്റ്റമർക്കും അതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലായിരിക്കും അവർ നോക്കുന്നത്. ചിലപ്പോൾ സ്ക്രാച്ച് ചെയ്ത് നോക്കും, എന്തുകൊണ്ട് ഇത് സ്ക്രാച്ച് വരുന്നതാണോ, സ്ക്രാച്ച് ചെയ്ത് നോക്കും. അപ്പോൾ ഇതൊക്കെ വരുന്നതാണെങ്കിൽ ഒരിക്കലും ആ കസ്റ്റമർ ആ മെറ്റീരിയൽ എടുക്കത്തില്ല. അപ്പോൾ അവർക്ക് വിശ്വാസം വരുന്ന ഒരു രീതിയിലുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലെ മാത്രം ചെയ്യാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെ ഒരു 3 ലെഡ്ജസ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ടി വി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ അതുപോലെ ഒരു ഓപ്പൺ സ്പേസും അതുപോലെ രണ്ട് സ്റ്റോറേജുകളും കൊടുത്തിട്ടുണ്ട്. അതും വളരെ മിനിമലായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് ചെയ്തിരിക്കുന്ന അടുത്ത ഏരിയ ഇത് മൈക്കല്ലേ വന്നിരിക്കുന്നത്? അത് മൈക്കുണ്ട്. നമുക്കതിൽ വിനീറും ചെയ്യാവുന്നതാണ്. പ്ലൈവുഡ് ഇതിലെല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിനീർ വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എടുക്കാം. പിന്നെ ഇതിനകത്ത് മൈക്ക വരുമ്പോഴത്തേക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വെള്ളം തട്ടുമ്പോൾ വിനീർ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്യണം. മൈക്കയിലോട്ട് വരുമ്പോൾ അത്രയും മെയിൻ്റെനൻസ് ആവശ്യമില്ല. മാറ്റ് ഫിനിഷ് മൈക്ക എടുത്താൽ വിനീറായിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇവിടെ വന്നിരിക്കുന്ന മാറ്റ് ഫിനിഷ് മൈക്കയാണ്. മേളിൽ കൂടെ എല്ലാം തന്നെ ഒരു ഡൗൺ ലൈറ്റ് താഴേക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു ചാർക്കോളിൻ്റെ തന്നെ ഒരു വോൾ പാനലിങ്ങില്ലേ വന്നിരിക്കുന്നത്, അതിൻ്റെ വേറൊരു കളർ അല്ലേ? അതെ, അതിൻ്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ വളരെ മിനിമലായിട്ട് ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ വോളിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഏരിയ തന്നെ ഇരുവശത്തും 2 ഇതായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിന് ചെയ്തിരിക്കുന്ന യൂണിറ്റാണ്. ഇവിടെ 3 സ്റ്റോറേജുകൾ കൊടുത്ത് ചെയ്തിരിക്കുന്നു അല്ലേ? നിഷ് വർക്ക് എന്നാണ് നമ്മൾ പറയുമ്പോൾ. ഇതിപ്പം ടി വി യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്ക്വയർ ഫീറ്റ് ഒക്കെ എത്ര റേറ്റ് വരിക? ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ സനുപ പല ആൾക്കാർക്കും വളരെയധികം സംശയങ്ങളുള്ള മേഖലയാണ്. ഇൻറ്റീരിയർ പൊതുവേ അങ്ങനെ തന്നെയാണ്, ഒരുപാട് സംശയങ്ങളുണ്ട്. കാര്യം വേറൊന്നുമല്ല, നമ്മളൊരു ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും വീടെന്ന് പറഞ്ഞാൽ തന്നെ ഒരാളുടെ സ്വപ്നമാണ്. വീട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പുറത്തല്ല നമ്മൾ ജീവിക്കുന്നത്, വെളിയിൽ നിന്ന് വരുമ്പോൾ കണ്ടകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത്, ഉള്ളിലാണ് ശരിക്കും പറഞ്ഞാൽ ജീവൻ ഇരിക്കുന്നത് പറയും. ഇൻറ്റീരിയറിൽ വളരെ പ്രധാനമായിട്ട് പങ്കുവയ്ക്കുന്ന ഒന്നാണ്. നിങ്ങളത് ഡിസൈൻ ചെയ്ത് ഇൻറ്റീരിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ആൾക്കാരുമാണ്. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സർവീസ് എവിടെയുണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ശ്രീജി പറഞ്ഞിരുന്നു. അത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, അതുപോലെ എനിക്ക് തോന്നുന്ന എറണാകുളം, അവിടെയൊക്കെ നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. ആലപ്പുഴ ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് അല്ലേ? അവിടെ നിന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ചെന്ന് ചെയ്ത് കൊടുക്കുമല്ലോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാം. ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു. വാർഡ്രോബുകൾ അതുപോലെ തന്നെ ടി വി യൂണിറ്റ്. കൂടുതലും നമ്മൾ സംസാരിച്ചത് വാർഡ്രോബിനെ കുറിച്ചാണ്. അതിൽ 2 മോഡൽസാണ് സാധാരണ ചെയ്യുന്നത്. ഒന്ന് സ്ലൈഡിങ്, അതുപോലെ ഓപ്പണായിട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നമ്മുടെ സനൂപ് പറഞ്ഞു തന്നിരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ഇനിയും മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാനെത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.